നമ്മളിപ്പോൾ എബ്രോഡ് MBBS അഡ്മിഷനായിട്ട് ഒരുപാട് അഡ്മിഷൻ ചെയ്യുന്നതുകൊണ്ട് NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ വെബ്സൈറ്റൊക്കെ റെഗുലർലി മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നോട്ടീസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആ നോട്ടീസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ആയിട്ട് നമ്മൾ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് ആളുകൾ നമ്മളോട് കുറച്ച് എൻക്വയറീസ് ചോദിച്ചായിരുന്നു, ഇപ്പോൾ എന്താണ് ഇതിനെപ്പറ്റിയുള്ള പുതിയ അപ്ഡേറ്റ്സ് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ബ്രീഫായിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു 3 പേജോളം ഉണ്ട് NMCയുടെ പുതിയ നോട്ടീസ്. അപ്പോൾ അത് ഫസ്റ്റിന് ഇതിലുള്ള ടു പ്രിൻസിപ്പൽ ഡീൻ ഓൾ ദ മെഡിക്കൽ കോളേജസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സബ്ജക്ട് അഡ്വൈസറി അലർട്ട് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻറ് സീക്കിംഗ് അഡ്മിഷൻ ഇൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റീസ് ഫോർ അണ്ടർഗ്രാഡ് മെഡിക്കൽ കോഴ്സസ് റെഫറൻസസ് സൈറ്റഡ് ടു പബ്ലിക് നോട്ടീസ് നമ്പർ ഡേറ്റഡ് 22/11/2025 issued by Undergraduate Medical Education Board UG MEB on the subject mentioned above. Enclosed here with all concerned stakeholders are requested to kindly take note of the same. അത് കഴിഞ്ഞിട്ട് ഇത് കോപ്പി ACS PS സെക്രട്ടറീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഓൾ സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് PPS ടു ചെയർമാൻ NMC PPS ടു പ്രസിഡന്റ് അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് എല്ലാവർക്കും ഇത് അയച്ചിട്ടുണ്ട്. പബ്ലിക് നോട്ടീസിന്റെ മെയിൻ ഒരു കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വൈസറി അലർട്ട് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻറ് സീക്കിംഗ് അഡ്മിഷൻ ഇൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റീസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോഴ്സസ് റെഫറൻസസ് ഇൻവൈറ്റഡ് ടു പബ്ലിക് നോട്ടീസ് ഓഫ് ഈവൻ നമ്പർ ഡേറ്റഡ് 8/8/2023 on the above cited subject. It has come to the notice of this commission that in spite of advisory and alert issued by NMC, several Indian students are seeking admission to private medical colleges abroad which do not adhere to regulations led by National Medical Commission and institutions or universities abroad are following the curriculum, time frame and training imparted to students are not in consonance with the NMC regulations being followed in India. It has also come to the notice of this commission that many students still taking admission to such institutions universities. And point number 2, National Medical Commission published Foreign Medical Graduate Licentiate Regulation 2021 in the official Gazette of India wide notification dated 18/11/2021, wherein the same terms of duration of the study, medium of instruction, syllabus, clinical training of internship, clerkship, etc. are prescribed. These conditions are mandatory for registration to practice allopathy in India. In view of the above, all the students who are desirous to obtain medical qualification from any foreign medical institution or universities and thereafter practice allopathy in India are hereby again advised to ensure that all conditions prescribed in FMGL are fulfilled before taking admission. And any variation in duration, medium of instruction, syllabus, clinical training or internship, clerkship may lead to disqualification in grant of registration in India. In case of disqualification, the sole responsibility shall lie upon the candidate only. ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 8/8/2023 NMC ഇറക്കിയ നോട്ടീസിന് ശേഷവും ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പോൾ എബ്രോഡുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഓൾറെഡി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നടത്തുന്നത് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ 2 ബിൽഡിങ്ങോ ഒക്കെ റെൻ്റ് എടുത്തിട്ട് മെഡിക്കൽ കോളേജാന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിർഗിസ്ഥാൻ, ജോർജിയ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കാരണം ബർബഡോസ്, നോർത്ത് അമേരിക്ക, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ യൂണിവേഴ്സിറ്റീസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റീസിന് എന്താണ് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഇല്ല, പ്രാക്ടിക്കൽസ് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കോളേജുകളോട്ടാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അതെന്താണ് NMC അതൊരിക്കലും ഇവിടെ ഇന്ത്യൻ സിസ്റ്റമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അവിടെ പോകുന്ന സ്റ്റുഡൻസിന് കൃത്യമായിട്ട് പ്രാക്ടിക്കൽസോ അല്ലെങ്കിൽ ഒന്നും അവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ NMC കൃത്യമായിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. ആ രാജ്യത്തുള്ള ടൈം ഡ്യൂറേഷൻ, അതായത് അവിടുത്തെ സ്റ്റുഡൻസിന് 6 വർഷമാണ് തിയറി ക്ലാസ് എങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് 6 വർഷം തിയറി ക്ലാസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ അത് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നാട്ടിലെ പോലെ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 5+1 ആക്കാനാണെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസായിട്ട് എന്താണ് ഡ്യൂറേഷൻ സെയിം അല്ല. അപ്പോൾ അവിടുത്തെ MBBS ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള ഡിഗ്രി അല്ല ഇന്ത്യൻ സ്റ്റുഡൻസിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈം ഫ്രെയിം ഡ്യൂറേഷൻ ഒരിക്കലും മോഡിഫൈ ചെയ്തിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് MBBS ഡിഗ്രി എടുക്കരുത്. അത് ഓൾറെഡി സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ നോട്ടീസിലും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കൺട്രീസ്, ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് മിക്ക കോഴ്സുകളുടെ 6 ഇയർ ഡ്യൂറേഷനിൽ ഇൻക്ലൂഡഡ് അല്ല. എല്ലാ കൺട്രീസിലും 6 ഇയേഴ്സ് എന്താണ് തിയറി ക്ലാസ്സിലാണ് വരുന്നത് അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിന്. പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ 5+1 എന്നുള്ള രീതിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു കോഴ്സ് മോഡിഫൈ ചെയ്തിട്ടാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്.
2023 MBBS അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്താണ് ഓൾറെഡി NMC ഇതേപോലത്തെ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായി. അപ്പോൾ അതേ നോട്ടീസിൻ്റെ തന്നെ റിപ്പീറ്റ് വാർണിംഗ് ആയിട്ടാണ് NMC രണ്ടാമത് ഇപ്പോൾ ഈ കൊല്ലം നോട്ടീസ് ഇറക്കിയത്. കാരണം വേറെ ഒന്നല്ല, ഈ വർഷം ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ നോട്ടീസിന് ശേഷം ഒരുപാട് കുട്ടികൾ ഈ പ്രാവശ്യം ഒരുപാട് രാജ്യത്തോട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. 2027-2028 വർഷമാകുമ്പോൾ FMGL 2001 റെഗുലേഷൻസിന് അണ്ടറിൽ വരുന്ന സ്റ്റുഡൻസ് നാട്ടിൽ പഠിച്ചു വരും. അപ്പോൾ ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസ് ഈ പറയുന്ന രാജ്യത്തോടൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇന്റേൺഷിപ്പ് അവൈലബിൾ അല്ല, അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് അവൈലബിൾ അല്ല, യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഇല്ല, ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസ് പോലും പഠിക്കാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് റൺ ചെയ്യുന്ന കൺട്രീസും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നാട്ടിലോട്ട് വരും. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ അവർക്ക് എന്താണ് അവിടുത്തെ എബ്രോഡ് യൂണിവേഴ്സിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അത് ഇനിയും അത് ഭാവിയിലോട്ട് ഇപ്പോൾ 2023 പോയ കുട്ടികൾ 2029 തിരിച്ചു വരും, 2024 പോയ കുട്ടികളാണെങ്കിൽ 2030 തിരിച്ചു വരും. അപ്പോൾ ഇത് ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയും അത് NMCക്ക് അത് ഭയങ്കര ബാധ്യതയാകും ഫ്യൂച്ചറിൽ. അപ്പോൾ അതുകൊണ്ടാണ് NMC റിപ്പീറ്റഡ് ആയിട്ട് ഈ വാർണിംഗ്സ് എപ്പോഴും ഈ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ NMCയുടെ റിപ്പീറ്റ് വാർണിംഗ് ആണ്, വേറെ ഒന്നും കൊണ്ടല്ല. എബ്രോഡ് അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു കുട്ടികൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2021 റെഗുലേഷൻസിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞ പോയിന്റ്സ് ആണ് ഇംഗ്ലീഷ് മീഡിയം കോഴ്സ്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കൺട്രിയിലെ ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നാലും അത് കംപ്ലീറ്റ് ടീച്ചിങ് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം. അതേപോലെ തന്നെ 54 മന്ത് തിയറി ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ 12 മാസം ഗ്രാജുവേഷന് ശേഷമുള്ള 12 മാസത്തെ കണ്ടിന്യൂസ് ഇന്റേൺഷിപ്പ് എല്ലാ കോളേജുകളും നൽകിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന രാജ്യത്ത് ഒന്നില്ലെങ്കിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ലൈസൻസിന് കിട്ടുന്ന തുല്യമായിട്ടുള്ള ഡിഗ്രി വേണം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് എബ്രോഡ് അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും ആ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ NMCയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏജൻസോ ആരും ഉത്തരവാദികളല്ല. എല്ലാ ഉത്തരവാദിത്വവും സ്റ്റുഡൻസിന് മാത്രമായിരിക്കും എന്നാണ് റിപ്പീറ്റായിട്ട് NMC പറയുന്നത്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മൾ ഒരുപാട് കൺട്രീസിന് മെയിൽ അയക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ മിനിസ്റ്ററായിട്ട് സംസാരിക്കുകയും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് എബ്രോഡ് MBBS അഡ്മിഷനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MBBSനെ കുറിച്ചോ അല്ലെങ്കിൽ വിദേശത്തെ ഇന്റേൺഷിപ്പിനെ കുറിച്ചോ മറ്റ് സിലബസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാം.